കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 795. സൂറത്തു ശുഅറാ ആയത്തുകൾ 176 മുതൽ 227 വരെ, അതായത് അവസാനം വരെ. പേജ് നമ്പർ 1307. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കദ്ദബ അസ്ഹാബുൽ ഐകത്തിൽ മുർസലീൻ إذ قال لهم شعيب ألا تتقون إني لكم رسول أمين فاتقوا الله وأطيعون وما أسألكم عليه من أجر إن أجري إلا على رب العالمين أوفوا الكيل ولا تكونوا من المخسرين وزنوا بالقسطاس المستقيم ولا تبخسوا الناس أشياءهم ولا تعثوا في الأرض مفسدين واتقوا الذي خلقكم والجبلة الأولين قالوا إنما أنت من المسحرين وما أنت إلا بشر مثلنا وإن نظنك لمن الكاذبين فأسقط علينا كسفا من السماء إن كنت من الصادقين قال ربي أعلم بما تعملون فكذبوه فأخذهم عذاب يوم الظلة إنه كان عذاب يوم عظيم إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم وإنه لتنزيل رب العالمين نزل به الروح الأمين على قلبك لتكون من المنذرين بلسان عربي مبين وإنه لفي زبر الأولين أولم يكن لهم آية أن يعلمه علماء بني إسرائيل ولو نزلناه على بعض الأعجمين ولو نزلناه على بعض الأعجمين فقرأه عليهم ما كانوا به مؤمنين كذلك سلكناه في قلوب المجرمين لا يؤمنون به حتى يروا العذاب الأليم فيأتيهم بغتة وهم لا يشعرون فيقولوا هل نحن منظرون أفبعذابنا يستعجلون أفرأيت إن متعناهم سنين ثم جاءهم ما كانوا يوعدون ما أغنى عنهم ما كانوا يمتعون وما أهلكنا من قرية إلا لها منذرون ذكرى وما كنا ظالمين وما تنزلت به الشياطين وما ينبغي لهم وما يستطيعون إنهم عن السمع لمعزولون فلا تدع مع الله إلها آخر فتكون من المعذبين
وأنذر عشيرتك الأقربين واخفض جناحك لمن اتبعك من المؤمنين فإن عصوك فقل إني بريء مما تعملون وتوكل على العزيز الرحيم الذي يراك حين تقوم وتقلبك في الساجدين إنه هو السميع العليم هل أنبئكم على من تنزل الشياطين تنزل على كل أفاك أثيم يلقون السمع وأكثرهم كاذبون والشعراء يتبعهم الغاوون ألم تر أنهم في كل واد يهيمون وأنهم يقولون ما لا يفعلون إلا الذين آمنوا وعملوا الصالحات وذكروا الله كثيرا وانتصروا من بعد ما ظلموا وسيعلم الذين ظلموا أي منقلب ينقلبون. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 796 സൂറത്തു ഷുഅറാ ആയത്ത് 176 പേജ് നമ്പർ 1307 കദ്ദബ അസ്ഹാബുൽ ഐകത്തിൽ മുർസലീൻ. അസ്ഹാബുൽ ഐക്കത്ത് എന്നിടത്ത് അസ്ഹാബ് എന്ന് കഴിഞ്ഞിട്ട് അലിഫ് വേണം, അത് ഇതിൽ വിട്ടുപോയിട്ടുണ്ട്. മരക്കൂട്ടത്തിൽ താമസിച്ചവർ ദൈവദൂതന്മാരെ കളവാക്കി. വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ സ്ഥലം ഐക്കത്ത് മദിയനിനടുത്താണ്. മദിയൻകാരടക്കമുള്ളവരിലേക്ക് ഷുഐബ് അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ടു. അളവിലും തൂക്കത്തിലും വഞ്ചിക്കുന്നവരും കൊള്ളയും കവർച്ചയും ചെയ്യുന്നവരുമായിരുന്നു അവർ. ആയത്ത് 177. ഇദ് ഖാല ലഹും ഷുഐബുൻ അലാ തത്തഖൂൻ. ഷുഐബ് അവരോട് പറഞ്ഞ സന്ദർഭം, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? ആയത്ത് 178. ഇന്നീ ലക്കും റസൂലുൻ അമീൻ. നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ദൂതനാകുന്നു. ആയത്ത് 179. ഫത്തഖുല്ലാഹ വഅതിഊൻ. അതിനാൽ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവീൻ. ആയത്ത് 180. വമാ അസ്അലുകും അലൈഹി മിൻ അജ്റിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ഇതിൻ്റെ പേരിൽ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല, എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവിങ്കിൽ നിന്ന് മാത്രമാകുന്നു. ആയത്ത് 181. ഔഫുൽ കൈല. നിങ്ങൾ അളവ് പൂർത്തിയാക്കി കൊടുക്കുവീൻ. വലാ തകൂനൂ മിനൽ മുഖ്സിരീൻ. നിങ്ങൾ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുന്നവരുടെ കൂട്ടത്തിൽ ആയിപ്പോകരുത്. ആയത്ത് 182. വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം. നിങ്ങൾ ശരിയായ തുലാസുകൊണ്ട് തൂക്കുവീൻ. ആയത്ത് 183. വലാ തബ്ഖസുൻ നാസ അഷ്യാഅഹും. ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങൾ നിങ്ങൾ കുറവ് വരുത്തരുത്. വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ. ഭൂമിയിൽ നാശകാരികളായിക്കൊണ്ട് നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത്. സൃഷ്ടിച്ച് പരിപാലിക്കുന്നവരോടും ദൈവദൂതനോടുമുള്ള ബാധ്യതകൾ അവരെ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം അവരുടെ ഇടയിൽ വ്യാപകമായ തിന്മയെക്കുറിച്ചാണ് ഷുഐബ് അലൈഹിസ്സലാം ചൂണ്ടിക്കാണിക്കുന്നത്. തങ്ങളുടെ കച്ചവടത്തിലും ധനമിടപാടുകളിലും തങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യുമെന്നാണ് അവരുടെ ധിക്കാരം പറച്ചിൽ. പേജ് നമ്പർ 1308. ആയത്ത് 184. വത്തഖുല്ലദീ ഖലഖകും വൽ ജിബില്ലത്തിൽ അവ്വലീൻ. വത്തഖുല്ലദീ ഖലഖകും വൽ ജിബില്ലത്തൽ അവ്വലീൻ. നിങ്ങളെയും പൂർവ്വ സമുദായങ്ങളെയും സൃഷ്ടിച്ചവനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. ആയത്ത് 185. ഖാലു ഇന്നമാ അൻത മിനൽ മുസഹ്ഹരീൻ. അവർ പറഞ്ഞു, നിശ്ചയമായും നീ മാരണം ബാധിച്ചവരിൽപ്പെട്ടവനാകുന്നു. ആയത്ത് 186. വമാ അൻത ഇല്ലാ ബശറും മിഥ്ലുനാ. നീ ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. വഇന്ന ദുന്നുക ലമിനൽ കാദിബീൻ. നിശ്ചയമായും ഞങ്ങൾ നിന്നെ കള്ളവാദികളിൽപ്പെട്ടവനായി കരുതുന്നു. ആയത്ത് 187. ഫഅസ്ബിത് അലൈനാ കിസഫം മിനസ് സമാഇ
ഇൻ കുന്ത മിനസ് സ്വാദിഖീൻ, എന്നാൽ നീ സത്യവാദികളിൽ പെട്ടവനാണെങ്കിൽ ആകാശത്ത് നിന്നുള്ള കഷ്ണങ്ങൾ ഞങ്ങളുടെ മേൽ നീ വീഴ്ത്തുക. ആയത്ത് 188. ഖാല റബ്ബി അഅ്ലമു ബിമാ തഅമലൂൻ, അദ്ദേഹം പറഞ്ഞു എൻ്റെ റബ്ബ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും അറിയുന്നവനാകുന്നു. ആയത്ത് 189. ഫകദ്ദബൂഹു ഫഅഖദഹും അദാബു യൗമിൽ ദുല്ല, അങ്ങനെ അവർ അദ്ദേഹത്തെ കളവാക്കി, അപ്പോൾ മേഘദിനത്തിലെ ശിക്ഷ അവരെ പിടികൂടി. ഇന്നഹു കാന അദാബ യൗമിൻ അദീം, നിശ്ചയമായും അത് ഒരു ഭയങ്കര ദിവസത്തെ ശിക്ഷ തന്നെയായിരുന്നു. ഇതിൻ്റെ വിവരം വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണുന്നത് ഇപ്രകാരമാണ്: അവർക്ക് അത്യുഗ്രമായ ഉഷ്ണം ബാധിച്ചു, അതിൽ അവർ ശ്വാസം മുട്ടിപ്പോയി. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു മേഘം പ്രത്യക്ഷപ്പെട്ടു. വിശ്രമത്തിനായി എല്ലാവരും അതിൻ്റെ തണലിൽ ഒരുമിച്ച് കൂടി. അപ്പോൾ ആ മേഘം പൊട്ടിക്കീറി തീ കഷണങ്ങളായി അവരുടെ മേൽ വീണു. അതോടുകൂടി അതിഭയങ്കരമായ ഒരു ഘോരനാദം ഉണ്ടായി, വലിയ ഭൂചലനവും. അങ്ങനെ അവരെല്ലാവരും ചത്തുവീണു. ആയത്ത് 190. ഇന്ന ഫീ ദാലിക ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ, നിശ്ചയമായും അതിൽ ദൃഷ്ടാന്തമുണ്ട്, അവർ അധിക പേരും വിശ്വസിക്കുന്നവരായില്ല. ആയത്ത് 191. വ ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം, നിശ്ചയമായും നിന്റെ റബ്ബാകട്ടെ അവൻ പ്രതാപശാലിയും മഹാകാരുണികനുമാകുന്നു. ആയത്ത് 192. വ ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, നിശ്ചയമായും ഇത് പ്രപഞ്ചനാഥൻ അവതരിപ്പിച്ചതാകുന്നു. ആയത്ത് 193. നസല ബിഹി റൂഹുൽ അമീൻ, വിശ്വസ്ത ആത്മാവ് അതും കൊണ്ട് ഇറങ്ങി വന്നിരിക്കുന്നു. പേജ് നമ്പർ 1309. ആയത്ത് 194. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ, നിന്റെ ഹൃദയത്തിൽ ഇറങ്ങി വന്നു നീ താക്കീത് നൽകുന്നവരുടെ കൂട്ടത്തിലാകാൻ വേണ്ടി. ആയത്ത് 195. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, തെളിഞ്ഞ അറബി ഭാഷയിൽ. പ്രപഞ്ചനാഥനിൽ നിന്ന് ഈ ദൗത്യം ഏറ്റുവാങ്ങി പ്രവാചകനെ എത്തിച്ചു കൊടുക്കുന്നത് വിശ്വസിക്കാൻ പറ്റിയ ഒരു ആത്മാവാകുന്നു. അതായത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ ഇറങ്ങുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുന്നു. ജനങ്ങൾക്ക് താക്കീത് നൽകുവാനായിട്ടാണിത് ഇറക്കുന്നത്, ലളിതവും സ്പഷ്ടവും അതിമനോഹരവുമായ അറബി ഭാഷയിൽ. ആയത്ത് 196. വ ഇന്നഹു ലഫീ സുബുറിൽ അവ്വലീൻ, നിശ്ചയമായും അത് പൂർവികരുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും ഖുർആനെ സംബന്ധിച്ചും പൂർവ്വവേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആയത്ത് 197. അവലം യകുൻ ലഹും ആയതൻ അൻ യഅലമഹു ഉലമാഉ ബനീ ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളിലെ പണ്ഡിതന്മാർക്ക് അദ്ദേഹത്തെ അറിയാം എന്ന കാര്യം ഒരു ദൃഷ്ടാന്തമായിരിക്കുന്നില്ലേ? അബ്ദുല്ലാഹിബ്നു സലാമിനെ പോലെയുള്ള യഹൂദ പണ്ഡിതന്മാർ പ്രവാചകനിൽ വിശ്വസിച്ചു. സൽമാനിൽ ഫാരിസിയും അപ്രകാരമാണ് ഇസ്ലാം ആശ്ലേഷിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യം മനസ്സിലാക്കുവാൻ ഈ തെളിവ് ധാരാളം മതി. അവരുടെ വേദങ്ങളിൽ ഈ പ്രവാചകനെ സംബന്ധിച്ച് വ്യക്തമായ സൂചനകളുണ്ട്, അതവർ ഗ്രഹിക്കുകയും ചെയ്തു. മാത്രമല്ല പൂർവികർ അവരുടെ വേദങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളെപ്പറ്റി എഴുത്തും വായനയും പഠിക്കാതെ ഈ മനുഷ്യൻ വിളിച്ചു പറയുന്നു: വേദക്കാരെ, നിങ്ങൾക്ക് ഇന്നിന്ന വിഷയങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, അത് കേട്ടിട്ട് അങ്ങനെയല്ല കാര്യം, ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് സത്യമെന്ന് പറയാൻ കഴിയാതെ മൗനം ദീക്ഷിക്കുകയാണ് അവർ ചെയ്തത്. ഇതെങ്ങനെ സാധിച്ചു? ആയത്ത് 198. വലൗ നസ്സൽനാഹു അലാ ബഅദിൽ അഅ്ജമീൻ, അനറബികളിൽ ഒരാൾക്ക് നാം ഇത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ. ആയത്ത് 199. ഫഖറഅഹു അലൈഹിം, അങ്ങനെ അദ്ദേഹം അത് അവർക്ക് ഓതിക്കൊടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ മാകാനൂ ബിഹി മുഅ്മിനീൻ, അവരതിൽ വിശ്വസിക്കുമായിരുന്നില്ല. അന്യഭാഷക്കാരനായ അറബി അറിയാത്ത ഒരാൾക്ക് അള്ളാഹു ഈ ഖുർആൻ ഇറക്കിക്കൊടുത്തു എന്ന് സങ്കല്പിക്കുക. അയാൾ വളരെ വ്യക്തമായ നിലയിൽ അവർക്കത് ഓതിക്കേൾപ്പിച്ചു. അങ്ങനെ ഖുർആന്റെ അമാനുഷികതയ്ക്ക് പുറമെ അയാളുടെ ഓതലും ഒരു പുതുമയായി തീർന്നു. എന്നാലും ഇവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് സാരം. അല്ലെങ്കിൽ അറബി അല്ലാത്ത അന്യഭാഷയിൽ ഖുർആൻ ഇറക്കി, എന്നിട്ട് അയാൾ ഇവർക്ക് ഓതിക്കൊടുത്തു, എന്നാലും ഇവർ വിശ്വസിക്കുകയില്ല. എന്തെങ്കിലും കുതർക്കം പറയും. ഏതായാലും ഇവരുടെ കാര്യം കഷ്ടം തന്നെ. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 797, സൂറത്തു ശുഅറാ ആയത്ത് 200, പേജ് നമ്പർ 1310. കദാലിക സലക്നാഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ, അപ്രകാരം കുറ്റവാളികളുടെ ഹൃദയങ്ങളിൽ നാം അത് പ്രവേശിപ്പിച്ചു. ആയത്ത് 201.
ലാ യുഅ്മിനൂന ബിഹി ഹത്താ യറവുൽ അദാബൽ അലീം. വേദനയേറിയ ശിക്ഷ കാണുന്നതുവരെ അവരതിൽ വിശ്വസിക്കുകയില്ല. ഈ പാപികൾക്ക് ഖുർആന്റെ മഹത്വവും അമാനുഷികതയും അതിലെ വിഷയങ്ങളുടെ സത്യവും ബോധ്യപ്പെടുത്തി കൊടുത്തു. പക്ഷേ അവർ വിശ്വസിക്കാൻ ഒരുക്കമില്ല. ശിക്ഷ അനുഭവപ്പെടുമ്പോഴുള്ള വിശ്വാസം കൊണ്ട് ഫലമില്ല. ആയത്ത് 202. ഫയഅ്തിയഹും ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ. എന്നാൽ അതായത് ശിക്ഷ അവർക്ക് പൊടുന്നനെ വരും, അവർ അറിയാത്ത നിലയിൽ. ആയത്ത് 203. ഫയഖൂലു ഹൽ നഹ്നു മുൻദറൂൻ. ഞങ്ങൾക്ക് സമയം നീട്ടിത്തരുമോ എന്ന് അവർ അപ്പോൾ ചോദിക്കും. ആയത്ത് 204. അഫബിഅദാബിനാ യസ്തഅജിലൂൻ. എന്നാൽ അവർ നമ്മുടെ ശിക്ഷയെ പറ്റിയാണോ ധൃതി കൂട്ടി ആവശ്യപ്പെടുന്നത്? ശിക്ഷ വരാതിരിക്കുമ്പോൾ എന്താണ് ശിക്ഷ വരാത്തതെന്ന് ചോദിക്കും. ഇവർക്കിതൊരു കളിയായിപ്പോയോ? ഇതൊന്നും നേരം പോക്കല്ല. ആയത്ത് 205. അഫറഅയ്ത ഇമ്മത്തഅനാഹും സിനീൻ. നീ ആലോചിച്ചിട്ടുണ്ടോ അവർക്ക് കുറേ കൊല്ലങ്ങൾ നാം സുഖജീവിതം നൽകിയാൽ? ആയത്ത് 206. ഫുമ്മ ജാഅഹും മാ കാനൂ യുഅദൂൻ. പിന്നെ അവർക്ക് താക്കീത് ചെയ്യപ്പെട്ടത് അവർക്ക് വന്നെത്തുകയും ചെയ്താൽ? ആയത്ത് 207. മാ അഗ്നാ അൻഹും മാ കാനൂ യുമത്തഊൻ. അവർക്ക് സൗഖ്യം നൽകപ്പെട്ടുകൊണ്ടിരുന്നത് അവർക്ക് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. സത്യനിഷേധികൾ വിപുലമായ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചിരുന്നു എന്നതുകൊണ്ടൊന്നും ശിക്ഷ അവർക്ക് വരാതിരിക്കില്ല. അങ്ങേയറ്റത്തെ ജീവിത സുഖം എത്രകാലം ഇവിടെ അനുഭവിച്ചാലും അതെത്രയോ നിസ്സാരവും വളരെ ചുരുങ്ങിയതും ആയിരുന്നു എന്ന് പരലോകത്ത് ഹാജരാകുമ്പോൾ ബോധ്യപ്പെടും. ദുനിയാവിൽ അങ്ങേയറ്റം സുഖം അനുഭവിച്ച നരകാവകാശിയായ മനുഷ്യനെ ഹാജരാക്കി നരകത്തിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് മുമ്പ് നീ വല്ല സുഖവും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയും അള്ളാഹുവിനെ തന്നെയാണ് ഞാൻ യാതൊരു സുഖവും അറിഞ്ഞിട്ടേയില്ല എന്ന് അവൻ മറുപടി പറയുകയും ചെയ്യുമെന്നും ദുനിയാവിൽ അങ്ങേയറ്റത്തെ കഷ്ടത അനുഭവിച്ച് സ്വർഗാവകാശിയായ മനുഷ്യനെ ഹാജരാക്കി സ്വർഗത്തിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് മുമ്പ് നീ വല്ല കഷ്ടതയും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയും ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ യാതൊരു കഷ്ടതയും അനുഭവിച്ചിട്ടേ ഇല്ല എന്ന് അവൻ മറുപടി പറയുകയും ചെയ്യുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. പേജ് നമ്പർ 1311, മുസ്ലിം 7266. അതിനാൽ ഈ ചുരുങ്ങിയ കാലത്തെ നിസ്സാരമായ സുഖത്തിനു വേണ്ടി പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നവർ എത്ര വലിയ ബുദ്ധികെട്ടവനും ഭാഗ്യം കെട്ടവനുമാണ്. ആയത്ത് 208. വമാ അഹ്ലക്നാ മിൻ ഖർയത്തിൻ ഇല്ലാ ലഹാ മുൻദിറൂൻ. ഒരു നാട്ടിനെയും നാം നശിപ്പിച്ചിട്ടില്ല അതിന് താക്കീത് നൽകുന്നവർ ഉണ്ടായിട്ടല്ലാതെ. ആയത്ത് 209. ദിക്റാ വമാ കുന്നാ ളാലിമീൻ. ബോധവൽക്കരണമായിട്ടത്രേ അത്, നാം ഒരിക്കലും അക്രമിയായിട്ടില്ല. വിഷയം ഗ്രഹിപ്പിക്കുവാനായി ദൂതനെ അയക്കും. എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ പോലും ജനം തയ്യാറാകുകയില്ല. ഉപദേഷ്ടാക്കളെ അവർ ഉപദ്രവിക്കും. അങ്ങനെ പീഡനങ്ങളും മർദ്ദനങ്ങളും അഴിച്ചുവിടും. അപ്പോൾ ഈ ദുഷ്ടന്മാരെ ശിക്ഷിക്കും. ഇങ്ങനെയാണ് മുമ്പ് കഴിഞ്ഞതൊക്കെയും. യാതൊരു അക്രമവും ആരോടും ചെയ്തിട്ടില്ല. ആയത്ത് 210. വമാ തനസ്സലത് ബിഹി ശയാത്വീൻ. പിശാചുക്കൾ ഇതുമായി ഇറങ്ങി വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഗണിതക്കാരൻ എന്ന് ദുർജനം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുക്കുന്നത് പിശാചുക്കളാണെന്നാണ് അവരുടെ ആരോപണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ആയത്ത് 211. വമാ യംബഗീ ലഹും വമാ യസ്തത്വീഊൻ. അതവർക്ക് അനുയോജ്യമാവുകയുമില്ല, അതവർക്ക് സാധ്യമാകുന്നതും അല്ല. ആയത്ത് 212. ഇന്നഹും അനിസ്സംഇ ലമഅസൂലൂൻ. നിശ്ചയമായും അവർ കേൾക്കുന്നതിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടവരാകുന്നു. ഈ ഖുർആൻ അള്ളാഹുവിങ്കിൽ നിന്ന് കേട്ട് പ്രവാചകനെ എത്തിച്ചു കൊടുക്കുക എന്ന കാര്യം വളരെ ഗൗരവമേറിയ ഉന്നതമായൊരു പ്രവൃത്തിയാണ്. പിശാചുക്കൾ അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവരാണ്. ആയത്ത് 213. ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ. അതിനാൽ അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരു ആരാധ്യനെയും നീ ഒരിക്കലും വിളിച്ചു പ്രാർത്ഥിക്കരുത്. അള്ളാഹു അല്ലാത്ത ആരെയും ഒരിക്കലും ആരാധിക്കരുതെന്ന് സാരം. പ്രാർത്ഥനയാണ് ആരാധന. പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങളും ആരാധനയാണ്. ഫതകൂന മിനൽ മുഅദ്ദബീൻ. എങ്കിൽ നീ ശിക്ഷിക്കപ്പെട്ടവരിൽപ്പെട്ടവനായിത്തീരും. ആയത്ത് 214. വഅൻദിർ അശീറതകൽ അഖ്റബീൻ. നിന്റെ അടുത്ത കുടുംബങ്ങൾക്ക് നീ താക്കീത് നൽകുകയും ചെയ്യുക. ഈ ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയിൽ കയറിന്ന് കുടുംബങ്ങളെ ഉറക്കെ വിളിച്ചു. കുടുംബത്തിൽപ്പെട്ട ഓരോ വീട്ടുകാരെയും പ്രത്യേകം പേരെടുത്ത് വിളിച്ചു. എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ സ്നേഹവും ബഹുമാനവുമുള്ള കാലമായിരുന്നു അത്. അൽ അമീൻ, അതായത് വിശ്വസ്തൻ എന്ന് പേര് വിളിച്ചിരുന്ന കാലം. വിളി കേട്ട് എല്ലാവരും വന്നു. വരാൻ കഴിയാത്തവർ പകരം ആളയച്ചു.
എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, പേജ് നമ്പർ 1312, നിങ്ങൾ എന്തു പറയുന്നു? ഈ മലയുടെ അപ്പുറത്ത് ഒരു കുതിരപ്പട്ടാളം നിങ്ങളെ ആക്രമിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? നിശ്ചയമായും ഞങ്ങൾ വിശ്വസിക്കുമെന്ന് അവരെല്ലാവരും പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയെ സംബന്ധിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുന്നവനാണ് ഞാൻ. അപ്പോൾ അബൂലഹബ് പറഞ്ഞു, എക്കാലവും നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ ഒരുമിച്ച് വിളിച്ചു കൂട്ടിയത്? ഇതാണ് അബൂലഹബിനെ ശപിക്കുന്ന തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഇറങ്ങാൻ കാരണമായത്. ബുഖാരി 1394, മുസ്ലിം 529. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായ പ്രബോധനം ആരംഭിക്കുകയാണിതെന്ന് ഇവിടെ വളരെ വ്യക്തമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളെ പൊതുവിലും ഓരോ വീട്ടുകാരെ പ്രത്യേകമായും വിളിച്ച് ഈ വാചകം ആവർത്തിച്ചു. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുകയും നിങ്ങൾക്ക് വല്ല ഗുണവും ചെയ്തു തരുവാനോ ദോഷം തടുക്കുവാനോ എനിക്ക് യാതൊരു കഴിവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട മകളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ, നരകത്തിൽ നിന്ന് നിന്റെ സ്വന്തത്തെ നീ രക്ഷിക്കുക. നിനക്ക് വല്ല ഗുണവും ചെയ്തു തരുവാനോ ദോഷം തടുക്കുവാനോ എനിക്ക് യാതൊരു കഴിവുമില്ല. മുസ്ലിം 522. അവസാനം എല്ലാവരോടുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ കുടുംബങ്ങൾ തന്നെ. അതിൻ്റെ ബാധ്യതകൾ ഞാൻ പാലിക്കുന്നതാണ്. അള്ളാഹുവിങ്കൽ നിന്നുള്ള യാതൊന്നിനെയും നിങ്ങളിൽ നിന്നും തടുക്കുവാൻ ഒരു കഴിവും എനിക്കില്ല. അതായത് കുടുംബങ്ങളൊക്കെ ആണ് ശരി തന്നെ, പക്ഷേ ഷിർക്കിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെ ആ ഷിർക്കിലായിട്ട് മരിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അവിടുന്ന് രക്ഷിക്കാൻ എനിക്കാവുകയില്ല എന്നർത്ഥം. ആയത്ത് 215. വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. നിന്നെ പിൻപറ്റിയ മുഅ്മിനുകൾക്കായി നിന്റെ ചിറകിനെ നീ താഴ്ത്തുകയും ചെയ്യുക. നിനക്ക് ഏറ്റവും ഉയർന്ന പദവി ഞാൻ നൽകിയിട്ടുണ്ട്. നിന്നെ പിൻപറ്റിയ മുഅ്മിനുകളോടൊപ്പം അവരിൽപ്പെട്ട ഒരുവനെ പോലെ താഴോട്ടിറങ്ങി സൗമ്യതയോടെയും വിനയത്തോടും അനുകമ്പയോടും കൂടി പെരുമാറണം. ആരോടും വലിപ്പം നടിക്കരുത്. ഈ കൽപ്പന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായി നടപ്പാക്കിയിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. അങ്ങേയറ്റം വിനയാന്വിതനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയത്ത് 216. ഫഇൻ അസൗക, ഇനി അവർ നിന്നോട് അനുസരണക്കേട് കാണിച്ചാൽ ഫഖുൽ ഇന്നി ബരീഉം മിമ്മാ തഅമലൂൻ, അപ്പോൾ നീ പറയുക, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് എനിക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല. നിങ്ങൾ ചെയ്യുന്നതിന് ഉത്തരവാദികൾ നിങ്ങൾ തന്നെ. അതുകൊണ്ടുള്ള യാതൊരു ദോഷവും എനിക്ക് ബാധകമല്ല. ആയത്ത് 217. വതവക്കൽ അലൽ അസീസിർ റഹീം, പ്രതാപശാലിയും കരുണാനിധിയുമായിട്ടുള്ളവനെ നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. ഏതൊരു കാര്യത്തിലും കഴിവിൽപ്പെട്ടതെല്ലാം ചെയ്തിട്ട് അത് പൂർത്തിയാക്കി തരുവാനും വിജയിപ്പിച്ചു തരുവാനും അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക. ബാധ്യതകൾ ശരിക്ക് നിർവഹിക്കുക. പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കുക. ഫലം അള്ളാഹുവിന് വിടുക. വിജയിപ്പിക്കാൻ അവനോട് പ്രാർത്ഥിക്കുക. അവൻ എല്ലാ കഴിവും തികഞ്ഞവനാകുന്നു. അവനെ തോൽപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. വലിയ കരുണയുള്ളവനുമാണ്. അതുകൊണ്ട് അവനെ മാത്രം ഭരമേൽപ്പിക്കുക. പേജ് നമ്പർ 1313, ആയത്ത് 218. അല്ലദീ യറാക ഹീന തഖൂം, നീ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിന്നെ കാണുന്നവനാണവൻ. ആയത്ത് 219. വതഖല്ലുബക ഫിസ് സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ ചലിക്കുന്നതും കാണുന്നവൻ. പാതിരാക്ക് ശേഷമുള്ള തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ സ്വഹാബികളുടെ നില കണ്ടറിയുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീടുകൾക്കരികിലൂടെ ഒറ്റയ്ക്ക് നടക്കാറുണ്ടായിരുന്നു എന്നും അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്നും വ്യാഖ്യാതാക്കൾ പറയുന്നു. അപ്പോൾ ആ വീടുകളിൽ നിന്ന് നേരിയ ശബ്ദത്തിൽ ഖുർആൻ ഓതുന്നതും പ്രാർത്ഥിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിരുന്നു. ആയത്ത് 220. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, നിശ്ചയമായും അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 798, സൂറത്തു ശുഅറാ ആയത്ത് 221, പേജ് നമ്പർ 1313. ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാതീൻ, പിശാചുക്കൾ ഇറങ്ങുന്നത് ആരിലാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ആയത്ത് 222. തനസ്സലു അലാ കുല്ലി അഫാകിൻ നസീം, ധാരാളം നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും മഹാപാപികളുമായ എല്ലാവരിലും പിശാചുക്കൾ ഇറങ്ങുന്നതാണ്.
ആയത്ത് 223. യുൽഖൂന സമഅ വഅക്സറുഹും കാദിബൂൻ. അവർ ചെവി കൊടുത്തു കേൾക്കും, അവരിൽ അധിക പേരും കള്ളം പറയുന്നവരാകുന്നു. അവർ പറയുന്ന മിക്ക വർത്തമാനങ്ങളും കളവാണ്. അപ്പോൾ ഇത്തരം ആളുകളുടെ അടുക്കലെ പിശാച് അവൻ്റെ ദുർബോധനവുമായി വരികയുള്ളൂ. ധാരാളം നുണ പറയുന്നവരും മഹാപാപികളുമായ ആളുകൾ മാത്രമല്ല, പിശാചിൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് പിന്നെ അവരും പലതും കൂട്ടിച്ചേർത്ത് ആളുകളോട് പറയും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ചില ആളുകൾ ഗണിതക്കാരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. അതായത് ജ്യോത്സ്യന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർ ഒന്നും തന്നെയല്ല, അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്നർത്ഥം. അപ്പോൾ അവർ ചോദിച്ചു, അവർ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് സത്യമാകാറുണ്ടല്ലോ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, സത്യമായി പുലരുന്ന ആ വാക്ക് ജിന്ന് വർഗത്തിൽപ്പെട്ടവൻ തട്ടിയെടുക്കുന്നതാണ്. എന്നിട്ട് അവൻ തൻ്റെ ബന്ധുക്കളുടെ കാതിൽ പിടക്കോഴി കറകറ എന്ന് കുറുകും പോലെ അത് മന്ത്രിച്ചു കൊടുക്കും. അങ്ങനെ അവർ അതിൽ കൂടി 100-ലേറെ കളവും കൂട്ടിക്കലർത്തുന്നു. ബുഖാരി 62:13. ഗണിതക്കാരും ആഭിചാരകരും മറ്റും പറയുന്ന കാര്യങ്ങൾ ശരിയാകാറുണ്ടല്ലോ എന്ന് പലരും പറയാറുണ്ട്. അത് കേട്ട് ജനങ്ങൾ വഞ്ചിതരാവുകയും ചെയ്യും. പിശാച് ദുർമന്ത്രമോദി കൊടുക്കുന്നത് കേട്ട് പറയുന്നതിൽ വളരെ ചുരുക്കം ചിലത് ശരിയായിത്തീരും. ബാക്കി ശരിയാകാത്ത അനേകം കാര്യങ്ങൾ ജനങ്ങൾ മറക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല. എങ്ങനെയൊക്കെയോ ശരിയായി തീർന്ന കാര്യത്തിന് വലിയ പ്രചാരമുണ്ടാക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ, അദ്ദേഹം വളരെ തെളിഞ്ഞ സത്യവാനാണെന്ന് ശത്രുക്കൾ പോലും സമ്മതിച്ചിട്ടുണ്ട്. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച യാതൊരു സംഗതിയും അങ്ങനെ തന്നെ പുനരാതിരുന്നിട്ടില്ല. പിശാചിൻ്റെ സേവ പിടിക്കുന്ന ആളുകളുടെ സ്വഭാവം ഇതാണ്. പേജ് നമ്പർ 1314, ആയത്ത് 224. കവികളാവട്ടെ, ദുർമാർഗികൾ അവരെ പിൻപറ്റുന്നു. പ്രവാചകൻ കവിയാണ്, ഖുർആൻ കവിതയാണ് എന്ന ആരോപണമുണ്ടായല്ലോ. കവികളുടെ സ്വഭാവം എല്ലാവരും കണ്ടറിഞ്ഞതാണല്ലോ. ഭാവനകളെയും സങ്കല്പങ്ങളെയും, ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും പാട്ടും കവിതയും ഉണ്ടാക്കുകയാണ് കവികളുടെ പതിവ്. സത്യമേ പറയാവൂ എന്നൊരു ചിന്ത തന്നെ അവർക്കില്ല. ഇതാണ് കവികളുടെ അവസ്ഥ. അവരെ ചുറ്റിപ്പറ്റുന്നത് വഴിപിഴച്ചവരാണ്. കൊല, അക്രമ പ്രവർത്തനങ്ങൾ, ലൈംഗികത, മദ്യപാനം ഇതൊക്കെയാണ് മിക്കവാറും സാഹിത്യവും കലയും എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ധാർമ്മിക ജീവിതം നയിക്കാത്തവരും സദാചാര തൽപരരല്ലാത്തവരുമായിരിക്കും ഇത്തരത്തിലുള്ളവരുടെ ചുറ്റും. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചീത്ത കവികളെക്കുറിച്ചാണ്. പെണ്ണ്, യുദ്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറേയധികം വർണ്ണിച്ച് മനുഷ്യനെ അധർമ്മത്തിലേക്ക് നയിക്കുന്ന കവികളെക്കുറിച്ചാണ്. അത്തരം കവിതകളെക്കുറിച്ച് ആണ് ഇസ്ലാം ദമ്മ് ചെയ്തിട്ടുള്ളത്, ആക്ഷേപിച്ചിട്ടുള്ളത്. അതല്ലാതെ നല്ല മദ്ഹ് ഗാനങ്ങൾ, അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിനോട് തുല്യമാക്കിക്കൊണ്ട് ഉള്ള അതേപോലെ കള്ളക്കഥകളൊക്കെ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള മദ്ഹ് കാവ്യങ്ങളാണെങ്കിൽ അത് തെറ്റാണ്. അതല്ലാതെ യഥാർത്ഥത്തിലുള്ള മദ്ഹ് പറയാം, അത് പ്രചരിപ്പിക്കുക. ആ അർത്ഥത്തിൽ നല്ല നല്ല കവിതകൾ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നും കാണാവുന്നതാണ്. ആയത്ത് 225. അലം തറ അന്നഹും ഫീ കുല്ലി വാദി യഹീമുൻ. എല്ലാ താഴ്വരകളിലും അവർ വിഹരിക്കുന്നതിനെ കണ്ടില്ലേ? കവികളുടെ ലോകം ഭാവനാലോകമാണ്, യഥാർത്ഥ ലോകമല്ല. ഇല്ലാത്ത ഓരോന്ന് സങ്കല്പിക്കും. ആ ഭാവനാലോകത്തെ താഴ്വരകളിൽ ഒരു ലക്ഷ്യവുമില്ലാതെ അലഞ്ഞു നടക്കുകയാണവർ. ആയത്തി 226. വഅന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ. തീർച്ചയായും പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ് അവരെന്നും. നീ കാണുന്നില്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവിയാണെന്ന് ദുർജനം പറഞ്ഞല്ലോ. കവികളുടെ എന്ത് സ്വഭാവമാണ് അദ്ദേഹത്തിൽ അവർ കണ്ടത്? സങ്കല്പിച്ചും ഊഹിച്ചും പറയുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല. കാര്യമാത്ര പ്രസക്തമായി മാത്രമേ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ വിഷയങ്ങളിലും അതിര് കവിയൽ അദ്ദേഹം നിരോധിച്ചു. വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ടല്ലാതെ അദ്ദേഹം ഒന്നും സംസാരിച്ചിട്ടില്ല. സ്വന്തം ഭാവനയുടെയോ സങ്കല്പത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒന്നും സംസാരിച്ചിട്ടേയില്ല. നാവിനെയും ഗുഹ്യസ്ഥാനത്തെയും തെറ്റായ നിലയിൽ ചലിപ്പിക്കുകയില്ലെന്ന് ഏറ്റുപറയുന്നവർക്ക് സ്വർഗം ലഭിക്കുമെന്ന് അദ്ദേഹം സന്തോഷവാർത്ത അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് യാതൊരു നിലക്കും അദ്ദേഹത്തെപ്പറ്റി കവി എന്ന് പറയാൻ പാടില്ല. ആ പറച്ചിൽ വലിയ അക്രമമാണ്. കവികളുടെയും സാഹിത്യകാരന്മാരുടെയും പൊതു സ്വഭാവമാണ് ഖുർആൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത്. പറയുന്നതും എഴുതുന്നതും ഒന്നും ജീവിതത്തിലുണ്ടാകില്ല. സത്യസന്ധത, വിശ്വസ്തത എന്നീ ഗുണങ്ങളെപ്പറ്റി കവിത എഴുതുന്നയാൾ കള്ളനും ചതിയനുമായിരിക്കും. അതായത് പലപ്പോഴും വാലിബിൽ അങ്ങനെയാണെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. വ്യഭിചാരിയായ സാഹിത്യകാരൻ ചാരിത്രത്തെപ്പറ്റിയും ദാമ്പത്യ വിശുദ്ധിയെപ്പറ്റിയും കവിതയും കഥയും എഴുതും. ഏകപത്നി വ്രതത്തെപ്പറ്റി എഴുതുന്നവൻ അനേകം സ്ത്രീകളുമായി ബന്ധപ്പെട്ടവനായിരിക്കാം.
എന്നാൽ സദ്ഗുണങ്ങളെ പരിപോഷിപ്പിക്കാനും നന്മ വളർത്താനും ആണെങ്കിൽ കവിത നല്ലത് തന്നെ. ആയത്ത് 227. ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വദകറുല്ലാഹ കസീറ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്തവരൊഴികെ. കവികളെപ്പറ്റി മേൽപ്പറഞ്ഞ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം സത്യവിശ്വാസം കൈക്കൊള്ളുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുക. ഈ 3 കാര്യങ്ങളാണ്. അതിനു പുറമെ വന്തസറു മിൻ ബഅദി മാ ദുലിമു, ആക്രമിക്കപ്പെട്ടതിന് ശേഷം അവർ പകരം വീട്ടുകയും ചെയ്തു. പേജ് നമ്പർ 1315. അന്യായമായി ആക്ഷേപിക്കുകയും ദുരാരോപണം നടത്തുകയും ചെയ്താൽ അതിന് പകരം ചെയ്യാം. ഇങ്ങനെ പകരം വീട്ടലെന്ന നിലയിൽ കവിത രചിച്ചവർക്ക് കുറ്റമില്ല. കവികളെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ആയത്തുകൾ കേട്ടപ്പോൾ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്നീ സ്വഹാബികൾ കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു എന്നും അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനങ്ങൾ ഓതിക്കേൽപ്പിക്കുകയും ഇങ്ങോട്ട് പറഞ്ഞതിന് പകരം അങ്ങോട്ട് തിരിച്ചു പറയാൻ അനുവദിക്കുകയും യാഥാർത്ഥ്യമല്ലാതെ യാതൊന്നും പറയരുതെന്നും മാതാക്കളെയും പിതാക്കളെയും പഴി പറയരുതെന്നും നിർദ്ദേശിക്കുകയും ചെയ്തു. മുശ്രിക്കുകളുടെ ആരോപണ കവിതകൾക്ക് കവിതയിലൂടെ മറുപടി കൊടുക്കുവാൻ ഈ സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. മാത്രമല്ല ഉമയ്യത്ത് ബിനു അബിസ്വലത്തിൻ്റെ സാരവത്തായ കവിതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ച് കേൾക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് വിജ്ഞാനപ്രദവും സത്യസന്ധവും രചനാത്മകവുമായ കവിതകൾ രചിക്കുന്നതിന് യാതൊരു കുറ്റവുമില്ല, യാതൊരു തെറ്റുമില്ല. വസയഅലമുല്ലദീന വലമു, അക്രമം ചെയ്തവർ അറിഞ്ഞുകൊള്ളും, അയ്യമുൻഖലിബിയൻഖലിബൂൻ, ഏത് മടക്കമാണ് അവർ മടങ്ങുക എന്ന്. മഹ്ശറിലേക്ക് വിളിക്കപ്പെട്ടാൽ അല്ലാഹുവിൻ്റെ സന്നിധിയിലേക്കുള്ള അവരുടെ മടക്കം ഏതു തരത്തിലായിരിക്കും. വളരെ സന്തോഷത്തോടുകൂടിയും പുതുമാരനെ സൽക്കാരത്തിന് കൊണ്ടുപോകുന്ന സ്വഭാവത്തിലും മടങ്ങുന്നവരുണ്ട്. ജീവപര്യന്തം ജയിലിലേക്കും കഠിനമായ ശിക്ഷയിലേക്കും മടങ്ങുന്ന സ്വഭാവത്തിലും ഉണ്ട്. ഇവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അടുത്തു തന്നെ അറിയാറാകും. മരണം തൊട്ടടുത്തുണ്ട്. ഒരു അറബിക് കവിതയുടെ ആശയം ഇവിടെ കുറിക്കുന്നു. മനുഷ്യ, നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ചപ്പോൾ നീ കരയുകയും ആളുകളൊക്കെ ചിരിക്കുകയും ചെയ്തല്ലോ. നിന്റെ മരണവേളയിൽ ആളുകൾ കരയുമ്പോൾ നീ സന്തോഷിച്ച് ചിരിക്കുന്നവനാകാൻ തക്കവണ്ണം നിനക്ക് വേണ്ടി നീ അധ്വാനിക്കുക. നീ ഇപ്പോൾ ഉടുത്തിട്ടുള്ള വസ്ത്രങ്ങൾ നിന്റെ ദേഹത്തിൽ നിന്ന് അഴിക്കുന്നത് നീ തന്നെയോ അഥവാ മയ്യത്ത് കുളിപ്പിക്കുന്നവരോ ആരായിരിക്കും? കാര്യം മഹാ അപകടത്തിലാകുന്നു. സൂക്ഷ്മത പാലിച്ച് ജീവിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സൂറത്തു ശുഅറാ അവസാനിച്ചു.